4 മാസങ്ങൾക്കുള്ളിൽ കോടതി മുറിയിൽ ഹർജിക്കാർ ഉന്നയിച്ച ഭൂരിപക്ഷം ആശങ്കകളും മുഖവിലയ്ക്കെടുത്താണ് വഖഫ് കേസിൽ സുപ്രീംകോടതി നടപടി. വഖഫുകളുടെ മതസ്വഭാവം തുടർന്നും നിലനിർത്താമെന്നതാണ് ഇടക്കാല വിധിയുടെ പ്രധാന നേട്ടം. നിയമം അപ്പാടെ സ്റ്റേ ചെയ്തില്ല എന്ന് കേന്ദ്രത്തിന് ആശ്വസിക്കാം. വഖഫ് വസ്തുക്കളിൽ തർക്കമുണ്ടായാൽ തത്സമയം വഖഫ് അല്ലാതായി മാറുന്നത് സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്ന വാദം കോടതി അംഗീകരിച്ചു. വഖഫാണോ സർക്കാർ ഭൂമിയാണോ എന്ന തർക്കപരിഹാരം ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ എങ്ങനെ തീർപ്പാക്കും എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം. നീതിന്യായ വ്യവസ്ഥയാണ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഇതിനെതിരായ സർക്കാർ വാദമുഖങ്ങൾ കോടതി തള്ളിയതോടെ പാർലമെന്റിൽ പ്രതിപക്ഷമുയർത്തിയ ആശങ്ക കൂടി ശരിവെക്കുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കോടതിയുടെ ഇടപെടൽ വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. ഈ പ്രാകൃതമായ നിയമത്തിലെ വളരെ രൂക്ഷമായ വകുപ്പുകൾ, ആ വകുപ്പുകൾ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. സമ്പൂർണ്ണമായിട്ടും കാര്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ അമുസ്ലിങ്ങളെ ബോർഡിലും കൗൺസിലിനും തിരികെ കയറ്റാനുള്ള നീക്കത്തിന് കൂടിയാണ് കോടതി തടയിട്ടത്. പരിപൂർണമായി നമുക്ക് പ്രതീക്ഷാജനകമാണ്. നമ്മൾ ഒരു പരിധിവരെ ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ നമുക്കുണ്ടായിരുന്ന ആശങ്കകൾ ദൂരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഡൽഹിയിലെ ജമാ മസ്ജിദ് ഉൾപ്പെടെ പൗരാണികമായ വഖഫ് സ്വത്തുക്കളെ പരിപൂർണമായും ഏറ്റെടുക്കാനുള്ള ഗവൺമെന്റിന്റെ കുടില തന്ത്രത്തിനേറ്റ തിരിച്ചടിയാണ് ഈ വിധി. രജിസ്ട്രേഷൻ 6 മാസത്തിലേറെ വൈകുന്നത് വഖഫ് അല്ലാതാക്കി മാറ്റാൻ ഇടയാക്കുമെന്ന ഭീഷണിയും വിധി പ്രതിരോധിച്ചു. കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ കൂടി കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. വിവാദ നിയമത്തിൽ ഇരട്ട നീതിയാണെന്ന വാദം ഒരു പരിധിവരെ കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ഡി ധനസുമോത്, മീഡിയ 1, ഡൽഹി.